മഞ്ഞു പെയ്യുന്ന രാവിൽ മാലാഖമാരുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഈ ഡിസംബർ മാസത്തിൽ വീണ്ടും ഒരു ക്രിസ്മസ് കൂടി വരവായി. ദേവദൂതൻ അവരോട് പറഞ്ഞു, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാനവ മോചനത്തിനും സമ്പൂർണ്ണ സമാധാനത്തിനുമായി ദൈവം മനുഷ്യനായി അവതരിച്ചു. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശവുമായി ആഗതമാകുന്ന ക്രിസ്മസ് ഏവർക്കും ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ്. എങ്ങും നക്ഷത്രങ്ങൾ, പുൽക്കൂടുകൾ, കരോൾ ഗാനങ്ങൾ, സമ്മാനപ്പൊതിയുമായി എത്തുന്ന ക്രിസ്മസ് പാപ്പ എന്നിങ്ങനെ വൈവിധ്യങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന ആഘോഷങ്ങൾ. എന്റെ ഹൃദയത്തിൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ ദൈവപുത്രന് പിറവിയുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് എന്നത് വെറും ഡിസംബർ 25 മാത്രം ഒതുക്കി നിർത്താതെ വർഷത്തിൽ 365 ദിവസവും ക്രിസ്മസ് ആഘോഷിക്കാൻ എനിക്ക് സാധിക്കണം. സ്നേഹം നിഷേധിക്കപ്പെട്ടവരും സമൂഹം അവഗണിക്കപ്പെട്ടവരും നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്. നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമുക്ക് അവരെയും ഓർക്കാം. കർത്താവിന്റെ ഹിതമനുസരിച്ച് മംഗളവാർത്ത സ്വീകരിച്ച് കർത്താവിനെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച പരിശുദ്ധ മറിയം നസ്രത്ത് വിട്ട് യൂദയായിലെ മലപ്രദേശത്ത് ചെന്ന് എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യാൻ തയ്യാറായി. ആ പരിശുദ്ധ മറിയത്തെ പോലെ നമ്മിൽ ഉരുവാകുന്ന രക്ഷകൻ നമ്മെ സഹോദര സ്നേഹത്തിലേക്കും ഭക്തി നിർഭരമായ ജീവിതത്തിലേക്കും നിസ്വാർത്ഥ സ്നേഹത്തിലേക്കും നയിക്കുന്നു. ഇടയന്മാരുടെ ഇടയനായി കാലിത്തോളത്തിൽ പിറന്ന ആ ദിവ്യസുതന്റെ സ്നേഹത്തണലിൽ ആയിരുന്നു കൊണ്ട് ആ സ്നേഹാഗ്നി ആടുകളിലേക്ക് ആളിപ്പടർത്താൻ ഈ ക്രിസ്മസ് നമ്മെ വഴിയൊരുക്കട്ടെ. സംഘർഷങ്ങളും ദുഃഖങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന ഈ കാലത്ത് സമാധാനത്തിന്റെ കുളിർമയേകാൻ സന്മനസ്സുള്ളവർക്ക് സാധിക്കും. മനസ്സിൽ പ്രത്യാശയുടെ നക്ഷത്രവിളക്കുകൾ തൂക്കിയും ഹൃദയത്തിൽ നന്മയുടെ പുൽക്കൂടൊരുക്കിയും ആഗതമാകുന്ന ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. ഏവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. CHF Family Media.